നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹൂതി കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ കടന്നാക്രമണം. ഇതുപോലൊരാക്രമണം ഹൂതികൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. യമനിൽ നിന്ന് ഹൂതികൾ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ ആകാശത്ത് വെച്ച് തകർത്തു. തങ്ങളുടെ ആരോ പ്രതിരോധ സംവിധാനമാണ് മിസൈലുകൾ തകർത്തത്. എന്നാൽ അവശിഷ്ടങ്ങൾ ടെല്ലവീവിനടുത്തുള്ള രമത് ഖാൻ എന്ന സ്ഥലത്ത് പതിച്ചു. അവിടെയുണ്ടായിരുന്ന സ്കൂൾ കെട്ടിടം അവശിഷ്ടങ്ങൾ വീണ് തകർന്നു. പിന്നീട് ലോകം കണ്ടത് രൂക്ഷമായി ഇസ്രായേൽ നടത്തുന്ന തിരിച്ചടിയാണ്. അതും 1 മണിക്കൂറിനുള്ളിൽ. വിമത തലസ്ഥാനമായ സനയിലെ പോർട്ട് ഇസ്രായേലിന്റെ IDF തീക്കുണ്ടമാക്കി മാറ്റി. ചെങ്കടലിലെ എണ്ണ ടെർമിനലും പവർ സ്റ്റേഷനുകളുമൊക്കെ അവർ തീയിൽ കൊരുത്തു. യമനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന് നേർക്കുള്ള ബാലിസ്റ്റിക് ആക്രമണങ്ങളിൽ ഒരാൾക്ക് പോലും പരിക്കേറ്റില്ല എന്നതാണ് മറ്റൊരു സവിശേഷത. വ്യാഴാഴ്ച പുലർച്ചെയാണ് യമനിലെ വിമത തലസ്ഥാനത്തെയും തുറമുഖ നഗരത്തെയും വിറപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. തീവ്രമായ വ്യോമാക്രമണ പരമ്പരയാണ് ഇസ്രായേൽ തൊടുത്തത്. മധ്യ ഇസ്രായേലിലേക്ക് ഹൂതികൾ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇങ്ങനെയൊരു മറുപടി അത് ഒരുപക്ഷെ ഇറാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇസ്രായേലി വ്യോമാതിർത്തിക്ക് പുറത്തുവെച്ചാണ് ദീർഘദൂര ആരോ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഈ മിസൈലുകൾ ഇസ്രായേൽ തകർത്തത്. എന്നാൽ അവശിഷ്ടങ്ങൾ വീണ് രമത് ഖാൻ എന്ന നഗരത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചു. സിറിയൻ മണ്ണിൽ ഇക്കഴിഞ്ഞ ദിവസം രൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ തൊടുത്തത്. തൊട്ടുപിന്നാലെ ഗോലോൻ കുന്നുകളിലും മൗണ്ട് ഹെർബോണിലുമൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തി. ഇറാൻ പ്രോക്സികളെ തങ്ങൾ ദുർബലപ്പെടുത്തി എന്ന അവകാശവാദമാണ് നെതന്യാഹു ഉയർത്തിയത്. ഒപ്പം അടുത്ത ലക്ഷ്യം ഹൂതികളെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ യമനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ. യമനിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പത്രക്കുറിപ്പും പുറത്തുവന്നു. ഇസ്രായേലിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ അകലെയുള്ള തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യുദ്ധവിമാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, ചാരവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ ഡസൻ കണക്കിന് ഇസ്രായേലി എയർഫോഴ്സ് യുദ്ധവിമാനങ്ങൾ അയച്ചുവെന്നാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നത്. കൃത്യമായ ലക്ഷ്യത്തിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹൂതികളുടെ ഹുദൈദ തുറമുഖം പൂർണ്ണമായി തകർത്തു എന്ന് ഇസ്രായേൽ പറയുന്നു. മുൻപ് ഇസ്രായേൽ 2 തവണ ഹുദൈദ തുറമുഖത്തിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നടത്തിയത് സമാനതകളില്ലാത്ത രൂക്ഷമായ ആക്രമണം. വിമതരുടെ നിയന്ത്രണത്തിലുള്ള തലസ്ഥാനം സന ലക്ഷ്യമാക്കി അതിശക്തമായ ആക്രമണങ്ങൾ നടത്തി എന്നും ഇസ്രായേൽ പറയുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇസ്രായേൽ എയർഫോഴ്സ് യമൻ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ കൃത്യമായ പദ്ധതികൾ ഒരുക്കിയിരുന്നു. ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ വിക്ഷേപിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ വിമാനങ്ങൾ യമനിലേക്കുള്ള യാത്രയിലായിരുന്നു. യമനിൽ നിന്ന് തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ പൂർണ്ണമായി തടുക്കാൻ കഴിയും എന്ന് ഇസ്രായേലിന് നിശ്ചയദാർഢ്യമുണ്ട്. എന്നാൽ അവശിഷ്ടങ്ങൾ വീണ് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമോ എന്ന് ഇസ്രായേൽ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് വിവിധ കമ്മ്യൂണിറ്റികളിൽ അവർ സൈറണുകൾ പുറപ്പെടുവിച്ചത്. ആക്രമണത്തിനു തൊട്ടുപിന്നാലെ സൈറൺ മുഴങ്ങുകയും ആളുകൾ ബോംബ് ഷെൽട്ടറുകളിലേക്ക് ഓടിപ്പോവുകയും ചെയ്തുവെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു. കെട്ടിടം തകർന്നു വീണ് ടെല്ലവീവിന്റെ പ്രാന്തപ്രദേശമായ രമത് ഖാനിലെ ഒരു സ്കൂളിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. നഗരത്തിൽ പാർക്ക് ചെയ്തിരുന്ന ധാരാളം കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചുവെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു. വ്യാഴാഴ്ച പുലർച്ചെ ഹൂതി വക്താവ് യഹ്യ സാരി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അധിനിവേശമുള്ള യാഥ ഏരിയ കേന്ദ്രീകരിച്ച് 2 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾ വിക്ഷേപിച്ചുവെന്നാണ് ഹൂതികൾ വിശദീകരിച്ചത്. ഇതിനെ തുടർന്നാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ യമനിന്റെ തീരത്ത് ഉപയോഗിച്ചിരുന്ന 3 തുറമുഖങ്ങളും തകർക്കാൻ ഇസ്രായേൽ തീരുമാനമെടുത്തത്. തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ കൊണ്ടുവരാൻ ഉപയോഗിച്ച എല്ലാ തഗ് ബോട്ടുകളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു. വൈദ്യുതി നിലയങ്ങൾ പൂർണ്ണമായി പ്രവർത്തനരഹിതമാക്കി. ഹുദൈദ തുറമുഖത്ത് മുമ്പ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ചരക്കിറക്കാൻ ഉപയോഗിച്ചിരുന്ന ക്രെയിനുകൾ തകർത്തിരുന്നു. ഇതോടെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. ഹൂതി മിസൈൽ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ വിമത ഗ്രൂപ്പിന്റെ സാറ്റലൈറ്റ് ചാനൽ അൽ മസീറ സനയിലും തീരദേശ ഹുദൈദ പ്രവിശ്യയിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തലസ്ഥാനത്തെ പവർ സ്റ്റേഷനുകളും ചെങ്കടലിലെ റാസീസ ഓയിൽ ടെർമിനലും ഇസ്രായേൽ ലക്ഷ്യമിട്ടതായി അവർ വിശദീകരിച്ചു. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ അനന്തരഫലങ്ങൾ കാണിക്കുന്നതിനായി അവർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട സ്ഥിരീകരിക്കാത്ത വീഡിയോകൾ കെട്ടിടങ്ങളൊക്കെ കത്തുന്നതായി കാണപ്പെടുന്നു. ഒറ്റ രാത്രി കൊണ്ടാണ് അതിശക്തമായ വ്യോമാക്രമണം ആസൂത്രണം ചെയ്തത് ഇസ്രായേൽ.
സനയിൽ IDF ആദ്യമായി ബോംബാക്രമണം നടത്തി. കൃത്യമായ സ്ട്രൈക്കുകളാണ് ഞങ്ങൾ നടത്തിയത് എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു. തുറമുഖങ്ങളും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും ഞങ്ങൾ ലക്ഷ്യമിട്ടു. ചെങ്കടലിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ അന്താരാഷ്ട്ര കപ്പലുകൾക്കും റൂട്ടുകൾക്കും നേരെ കഴിഞ്ഞ കുറെ കാലമായി ഹൂതികൾ ആക്രമണം തിരിച്ചിരിക്കുന്നു. ഇതോടെ ഹൂതികളെ ആഗോള ഭീഷണിയായി അമേരിക്ക കണ്ടിരുന്നു. തുടർന്നാണ് ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയത്. പുലർച്ചെ 2:35 ഹൂതികൾ ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തത്. തൊട്ടു പിന്നാലെ ഇസ്രായേൽ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ യമൻ ആകാശത്തെത്തി. പുലർച്ചെ 3:15 യമൻ തീരത്ത് ഹുദൈദ, റാസിഫ, സാലിഫ് തുറമുഖങ്ങളിൽ കനത്ത ആക്രമണം. ആദ്യ തരംഗ ആക്രമണത്തിനു ശേഷം യുദ്ധവിമാനങ്ങൾ വീണ്ടും ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്നു. തുടർന്ന് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിൽ 8 ടഗ് ബോട്ടുകളാണ് കത്തിച്ചത്. പുലർച്ചെ 4:30 രണ്ടാമത്തെ വ്യോമാക്രമണം സനയിലെ 2 പവർ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തി. സനയിൽ നിന്ന് 145 കിലോമീറ്റർ തെക്കുപടിഞ്ഞാറായി മാറിയാണ് വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖം. ഒരു ദശാബ്ദക്കാലം നീണ്ടു നിൽക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ യമനിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതിയിൽ പ്രധാനമാണ് ഈ തുറമുഖം. ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ തുറമുഖങ്ങൾ വഴിയാണ് ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ ലക്ഷ്യങ്ങൾ ഞങ്ങൾ ആക്രമിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു. ഇറാന്റെ ആയുധങ്ങൾ മേഖലയിലേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള സൈനിക ഭീകരാവശ്യങ്ങൾക്കായി ഇവർ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇറാന്റെ മാർഗനിർദ്ദേശത്തോടും ധനസഹായത്തോടും കൂടി ഇസ്രായേലിനെ ആക്രമിക്കാനും പ്രാദേശിക സ്ഥിരത തകർക്കാനും കൃത്യമായ പദ്ധതികളാണ് ഹൂതികൾ മെനഞ്ഞത്. അതിനെയാണ് നമ്മൾ ഇപ്പോൾ തകർത്തിരിക്കുന്നത് എന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു. ഇസ്രായേൽ മണ്ണിൽ നിന്ന് എത്ര ദൂരെ അകലെയാണെങ്കിലും ഞങ്ങളുടെ പൗരന്മാരെ ലക്ഷ്യമിട്ട് ആക്രമണത്തിനൊരുങ്ങിയാൽ ഇതായിരിക്കും ഞങ്ങളുടെ മറുപടിയെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു. 200-ലധികം മിസൈലുകളും 170ഓളം ഡ്രോണുകളുമാണ് കഴിഞ്ഞ വർഷം ഇസ്രായേലിലേക്ക് ഹൂതികൾ വിക്ഷേപിച്ചത്. IDF വിശദീകരിക്കുന്നതനുസരിച്ച് ഇവയിൽ ബഹുഭൂരിപക്ഷവും ഇസ്രായേലിലെത്തിയില്ല. മുമ്പൊരിക്കൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ അതേ വാക്കുകൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യാഴാഴ്ച ആവർത്തിച്ചു. ഇസ്രായേലിന്റെ നീണ്ട കൈ നിങ്ങളിലേക്കെത്തും. ആരെങ്കിലും ഞങ്ങൾക്കെതിരെ കൈ ഉയർത്തിയാൽ അത് മുറിക്കപ്പെടും. ഞങ്ങളെ അടിക്കുന്നവന് പല പ്രാവശ്യം തിരിച്ചടി കിട്ടും. ചെങ്കടൽ ഇടനാഴിയിലെ കപ്പൽ ഗതാഗതത്തിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന് പുറമെ അമേരിക്കൻ സേനയും 1 വർഷത്തിലേറെയായി ഹൂതികൾക്ക് നേരെ തുടർ ആക്രമണങ്ങൾ നടത്തുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച US മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് സനയിൽ ഹൂതികൾ നടത്തുന്ന ഒരു പ്രധാന കമാൻഡ് ആൻഡ് കൺട്രോൾ സൗകര്യത്തെ തകർത്തിരുന്നു. ഇസ്രായേലിനെതിരായ പലസ്തീൻ സഖ്യകക്ഷിയായ ഹമാസിന്റെ 2023 ഒക്ടോബർ 7 ക്രൂരമായ ആക്രമണം. ഇതിന് തൊട്ടു പിന്നാലെ പലപ്പോഴും ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ഗാസയിലെ ഹമാസിനെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ, US അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്നിവയുമായി ബന്ധപ്പെട്ട യുദ്ധക്കപ്പലുകളെയാണ് മുഖ്യമായി ഹൂതി വിമതർ ലക്ഷ്യമിട്ടത്. എന്നാൽ ആക്രമിക്കപ്പെട്ട പല കപ്പലുകൾക്കും ഇറാനിലേക്ക് പോകുന്നതുൾപ്പെടെയുള്ള ചില കപ്പലുകൾക്കും സംഘർഷവുമായി യാതൊരുവിധ ബന്ധവും ഇപ്പോൾ നിലവിലില്ലാത്തതാണ്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളും തുറമുഖങ്ങളും പ്രവർത്തനരഹിതമാക്കുക എന്നതായിരുന്നു തങ്ങളുടെ യുദ്ധലക്ഷ്യമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു. ഇസ്രായേൽ പൗരന്മാർക്ക് നേരെയുള്ള ഏത് സുരക്ഷാ ഭീഷണിയും ഞങ്ങൾ ഗൗരവത്തോടെ നോക്കിക്കാണുമെന്ന് പ്രതിരോധ മന്ത്രി പറയുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ യമനിൽ ഹൂതികളെ ആക്രമിച്ചു. ഹൂതി ഭീകര സംഘടനയുടെ നേതാക്കൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേലിന്റെ നീണ്ട കൈ നിങ്ങളിലേക്കെത്തും. ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ കൈ ഉയർത്തുന്നവരുടെ കൈ അറ്റുപോകും. ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ അതിന്റെ 7 ഇരട്ടി ഞങ്ങൾ പ്രഹരിക്കും. ഞങ്ങൾ ശക്തിയോടെ ആക്രമിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഒരു വശത്ത് പറയുന്നു. മറുവശത്ത് സിറിയൻ മണ്ണിൽ അസദ് ഭരണകൂടം അവശേഷിപ്പിച്ച ആയുധപ്പുരകളും യുദ്ധോപകരണങ്ങളും ഒക്കെ പൂർണ്ണമായി ആക്രമിച്ച് തകർത്തെറിഞ്ഞു ഇസ്രായേൽ. മേഖലയിൽ ഒരുവിധ ഭീഷണിയും തങ്ങൾക്കെതിരെ ഇനി തലപൊക്കരുത് എന്നാണ് ഇസ്രായേൽ വിവക്ഷിക്കുന്നത്. ഇറാന്റെ പ്രോക്സികളെ ഒന്നൊന്നായി തകർത്ത ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. അവശേഷിക്കുന്ന ഹൂതി കേന്ദ്രങ്ങളും തകർത്ത് ഇറാന്റെ മുഴുവൻ പ്രോക്സികളെയും തകർത്തെറിയുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് യമനിലെ ഹൂതികൾക്ക് ഇനി അധികമൊന്നും ആയുസില്ല എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.